ഹംപാർട്ടി കേരളത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ഫസ്റ്റുള്ള ഒരു പ്രസന്റേഷൻ തന്നെ, കേരളത്തിലെ ഒരു പ്രസന്റേഷൻ തന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായിരുന്ന JSSനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിച്ചു. മറ്റെന്തൊക്കെ സർപ്രൈസുകളാണ് ഒരുക്കി വെച്ചത്? കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ നടത്തിയ 2 മീറ്റിങ്ങുകളിൽ JSS നിന്നുള്ള വിഭാഗങ്ങൾ, അതുകൂടെ RPAയുടെ എല്ലാ കമ്മിറ്റിയും പൂർണ്ണമായി ഹമ്മിലേക്ക് ലയിച്ചു. RLM ഇതൊക്കെ ഉത്തരേന്ത്യൻ പാർട്ടികളായിട്ടുള്ള ചെറുകിട പാർട്ടികളായിരുന്നു. പക്ഷെ അവർക്കൊക്കെ കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഹമ്മിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് താമരാക്ഷൻ സാറിനെ കുറിച്ച് അറിയാം. ആലപ്പുഴയിലെ വളരെ മുൻ MLA ആയിരുന്നു 2 ടേം. അതുപോലെ അദ്ദേഹം ശ്രീമതി ഗൗരിയമ്മ അയൺ ലേഡി ഓഫ് കേരള എന്ന് വിളിക്കാൻ തക്ക തന്നെ പ്രാധാന്യമുള്ള ഒരു വനിതയായിരുന്നു. അവരുടെ കൂടെ പ്രവൃത്തി പരിചയമുള്ള ഒരു സംഘം ആൾക്കാർ അവരങ്ങനെ തന്നെ ഹമ്മിലേക്ക് വന്നു. കൂടാതെ RPA RLM ചെറുകിട കക്ഷികളാണെങ്കിലും അവർക്ക് ഉത്തരേന്ത്യയിലും ഇവിടെ ദക്ഷിണേന്ത്യയിലും നല്ല രീതിയിൽ കമ്മിറ്റി ഉണ്ട്. അവരും നമ്മുടെ കൂടെ കൂടി ഹമ്മിലേക്ക് പൂർണ്ണമായി തന്നെ ലയിച്ചു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുറച്ച് മുൻനിര നേതാക്കന്മാരെ കൂടി കൂടുതലായി ഹമ്മിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.